ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇന്നും നിയമസഭയിൽ പ്രതിഷേധം കടുപ്പിക്കാൻ പ്രതിപക്ഷം ഒരുങ്ങുന്നു. ചോദ്യോത്തരവേള മുതൽ വിഷയം ഉന്നയിച്ച് പ്രതിഷേധിക്കാനാണ് അവരുടെ തീരുമാനം. ബജറ്റിന്മേലുള്ള പൊതുചർച്ച ഇന്ന് സമാപിക്കും. സംസ്ഥാനത്തുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ സർക്കാർ ഇന്ന് നിയമസഭയിൽ പ്രമേയം കൊണ്ടുവരാനും സാധ്യത. ആർ ശ്രീജിത്ത് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് തത്സമയം മോർണിംഗ് ഷോയിൽ ചേരുന്നു. ശ്രീജിത്തെ, ഗുഡ് മോർണിംഗ്. ശ്രീജിത്തെ, തെരഞ്ഞെടുപ്പ് വരുന്നതിൻ്റെ ഒരു അലയൊലി നിയമസഭയിൽ കണ്ടു തുടങ്ങിയോ? പറയൂ വിവരങ്ങൾ. ആർ ശ്രീജിത്ത് അല്പസമയത്തിനകം ചേരും. ഇന്നലെ വല്ലാത്ത ബഹളത്തിൽ കലാശിച്ചു നിയമസഭയിലെ സമ്മേളനം. ഇന്നും ബഹളം ഒട്ടും കുറയാൻ സാധ്യതയില്ല എന്ന് മാത്രവുമല്ല, ഈ ശബരിമല സ്വർണ്ണക്കൊള്ള പോലുള്ള വിഷയങ്ങൾ കത്തിച്ച് നിർത്താനാണ് UDFിൻ്റെ തീരുമാനം. കാരണം അടുത്ത തെരഞ്ഞെടുപ്പ് വരെ ഇത് എങ്ങനെ വിളിച്ചുകൊണ്ട് പോകും എന്നുള്ളത് വലിയ കീറാമുട്ടിയാണെങ്കിൽ പോലും അത് അവർ നടത്തുകയാണ്. അതിൻ്റെ വിജയകരമായ ഒരു അരങ്ങേറ്റമായിരുന്നു ഇന്ന് നിയമസഭയിൽ കണ്ടത്. ആർ ശ്രീജിത്ത് വേണ്ടി ചേരുന്നു. ശ്രീജിത്ത്, വിശദാംശങ്ങൾ. SKN നിയമസഭയിൽ ഇന്നും പ്രക്ഷുബ്ധമായ രംഗങ്ങൾക്ക് സാധ്യതയുണ്ട്. ചോദ്യോത്തരവേള മുതൽ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയമുയർത്തി പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് പ്രതിപക്ഷ നിരയുടെ തീരുമാനം. ഇതിന് കാരണം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രതികൾക്ക് നിരന്തരം ജാമ്യം ലഭിക്കുന്നു. ഇതിന് കാരണമായിരിക്കുന്നത് ഇടക്കാല കുറ്റപത്രം സമർപ്പിക്കാത്ത കൊണ്ടാണ്. പ്രതികളായ മുരാരി ബാബുവിനും ശ്രീകുമാറിനും സുധീഷ് കുമാറിനും ജാമ്യം ലഭിച്ചു. ഈ സ്വർണ്ണക്കൊള്ളയുടെ കേന്ദ്രബിന്ദുവായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കാനിരിക്കുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിൽ സ്വർണ്ണക്കൊള്ള കേസ് എങ്ങും എത്താതെ പോകുന്നു എന്നത് ചൂണ്ടിക്കാണിച്ചാണ് പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധത്തിലേക്ക് വരുന്നത്. ഇതിന് കാരണം UDF പാർലമെന്ററി പാർട്ടിയിലും മറ്റും ഈ സ്വർണ്ണക്കൊള്ളയോടൊരു തണുപ്പൻ സമീപനം സ്വീകരിക്കരുത് എന്നുള്ള ശക്തമായ വിമർശനമുണ്ട്. ഇത് കണക്കിലെടുത്താണ് നിയമസഭയിൽ നിലപാട് കടുപ്പിക്കാൻ പ്രതിപക്ഷം തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്നലത്തേതിന് സമാനമായി ഇന്നും ചോദ്യോത്തരവേള മുതൽ തന്നെ ശക്തമായ പ്രതിഷേധം പ്രതിപക്ഷം സംഘടിപ്പിക്കും. നടുത്തളത്തിറങ്ങിയുള്ള പ്രതിഷേധവും മറ്റും ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ബജറ്റിന്മേലുള്ള പൊതുചർച്ചയുടെ സമാപനം ഇന്നാണ്. ധനമന്ത്രി ബജറ്റിലെ കൂട്ടിച്ചേർക്കലുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ മറുപടി പറയേണ്ട ദിവസമാണ്. ഒപ്പം തന്നെ സർക്കാരിന് കേന്ദ്രത്തിൻ്റെ അവഗണനയ്ക്കെതിരായ പ്രമേയം മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്ന ദിവസമാണ്. ഇത്രയും പ്രാധാന്യമുള്ള ദിവസമാണെങ്കിലും ഇതെല്ലാം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിൽ മുങ്ങിപ്പോകാനാണ് സാധ്യത. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.